യുവജനങ്ങളെ ലഹരിയിലേക്ക് നയിക്കുന്ന മാഫിയ കേരളത്തിലുടനീളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ഷെക്കേന TV എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പാലക്കാട് രൂപതയുടെ ഭാഗമായ യുവക്ഷേത്ര കോളേജിന് സമീപത്താണ്. ഈ നാടിൻ്റെ നന്മയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. നമ്മൾ ഉന്നയിക്കുന്ന വാദം ഇതാണ്: നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, അല്ലെങ്കിൽ തിന്മയിലേക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടു നോക്കുമ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ഒരു നിയമം 500 മീറ്റർ വരെ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 500 മീറ്റർ ദൂരെ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മദ്യശാലകൾ എന്ന് പറയുന്ന ഒരു നിയമത്തെ ടൂറിസത്തിന്റെ പേരിൽ സർക്കാർ വെള്ളം ചേർക്കുകയാണ്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന പുതിയ നയമാണോ നിങ്ങൾ എടുക്കുന്നത് അധികാരികളെ? കേരളത്തിലുടനീളം പുതിയ മദ്യനയത്തിനെതിരെ നിരവധി പ്രശ്നങ്ങൾ ഉയരുമ്പോൾ 2500ഓളം കുട്ടികൾ പഠിക്കുന്ന യുവക്ഷേത്ര കോളേജിനോട് തൊട്ടടുത്ത് ഹോട്ടൽ അടച്ചുപൂട്ടി പുതിയ ബാറ് വരുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കത്തോലിക്ക കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മുണ്ടൂർ പഞ്ചായത്തിലുള്ള പ്രശസ്തമായ യുവക്ഷേത്ര കോളേജിൻ്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അനേകം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ നാടിൻ്റെ ഭാവിയെ പടുത്തുയർത്തേണ്ട ഒരു സ്ഥാപനമാണ് ഈ യുവക്ഷേത്ര എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഈ സ്ഥാപനത്തിന് ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിടുകയാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന ഏതാനും മീറ്ററുകൾക്കുള്ളിൽ കാണുന്നത് ARK എന്ന് പറയുന്ന ഒരു ബാറിനുള്ള പരിശ്രമം നടക്കുന്ന ഒരു സ്ഥലമാണ്. കേരള ഗവൺമെൻറ് ഇവിടെ ബാർ ലൈസൻസ് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നുവെന്നാണ് കേൾക്കുന്നത്. ഈ കോളേജുമായിട്ട് 50 മീറ്റർ പോലും ദൂരമില്ലാത്ത ഈ സ്ഥലത്ത് കുൽസിത മാർഗങ്ങളിലൂടെ ഗേറ്റിൻ്റെ അളവ് വെച്ച് നോക്കി ഈ ബാർ അനുവദിക്കാനാണ് കേരള ഗവൺമെൻറ് നീക്കം നടത്തുന്നത്. ഇത് തികച്ചും തെറ്റായ ഒരു നീക്കമാണെന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ നീക്കത്തെ എന്ത് വില കൊടുത്തും കേരള കത്തോലിക്ക കോൺഗ്രസ് എതിർക്കും എന്ന് മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വസ്ഥമായൊരു പഠന അന്തരീക്ഷം ഇവിടെ ആവശ്യമാണ്. തൊട്ടടുത്തൊരു ബാറ് വന്നാൽ ഇവിടുത്തെ ആ അന്തരീക്ഷം നശിപ്പിക്കപ്പെടുമെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് 2500ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥതയിൽ പഠിക്കാൻ സാധിക്കില്ല. അവർ തന്നെ ഈ ലഹരിയുടെ പിടിയിൽ അമരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ നാടിൻ്റെ നന്മയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. എൻ്റെ കൂടെ നിൽക്കുന്നത് പാലക്കാട് രൂപത കത്തോലിക്ക സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബോബി സാറും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമാണ്. ബഹുമാനപ്പെട്ട ചെറിയാച്ചൻ അച്ഛൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപത ഡയറക്ടറാണ്. ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെ ഒത്തൊരുമിച്ച് ഈ തിന്മയ്ക്കെതിരെ പോരാടുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. യുവക്ഷേത്ര കോളേജിൻ്റെ മുൻ ഡയറക്ടറും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രൂപത ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫാദർ ചെറിയാൻ ആഞ്ഞിലിമുട്ടിൽ ചേരുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായൊരു കോളേജാണ് യുവക്ഷേത്ര കോളേജ്. പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുക. ഏകദേശം 2500ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുക. വിവിധ കോഴ്സുകളിലായിട്ട് പഠിക്കുന്ന ഇവർക്ക് ലോകോത്തരമായ പ്ലേസ്മെൻ്റാണ് ഈ കോളേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികളോട് ഒന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോളേജിനോടനുബന്ധിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിപത്ത്, യുവജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുള്ളൊരു വിപത്തിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ തിരിക്കുന്നത്. പ്രധാനമായിട്ടും ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു പ്രത്യേക അനുവാദവുമില്ലാതെ, മാനദണ്ഡങ്ങളുമില്ലാതെ ബാർ അനുവദിക്കാനുള്ള നീക്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ കാണുന്ന ഈ ബിൽഡിങ് ഈ കോളേജിൻ്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഗേറ്റിലേക്കുള്ള ദൂര വ്യത്യാസം വെറും 50 മീറ്റർ എന്നുള്ള കാര്യത്തിൻ്റെ ഒരൊറ്റ മറവിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു പ്രശസ്തമായ കോളേജിനെ
അപകീർത്തിപ്പെടുത്തുകയും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ഉപയോഗവും മദ്യത്തിൻ്റെ ഉപയോഗവും സുലഭമായി കിട്ടത്തക്ക രീതിയിലേക്ക് ഇവിടെ ഒരു ബാറിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തെ ശക്തിയുക്തം ഞങ്ങൾ എതിർക്കുകയാണ്. കാരണം ഇത് യുവജനങ്ങൾക്ക് വളരെയധികം വഴിതെറ്റലിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പാലക്കാട് രൂപതാ ഘടകം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള തുടർ സമര പരിപാടികൾ ഉടനടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു നീക്കത്തിൽ നിന്നും ഗവൺമെൻറ് ശക്തമായി പിന്മാറണമെന്ന് വളരെ ശക്തമായിട്ട് ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ നാടിന് തന്നെ ഒരു വിപത്തായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞങ്ങൾ ശക്തിയുക്തം അറിയിക്കുന്നു.